ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗുളികേൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഗുളിക കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ. കുറച്ചല്ല, ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് 2 ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കുട്ടി ക്രാഫ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇങ്ങനത്തെ ഈ ഒരു ഗുളികേൻ്റെ കവറും കാര്യങ്ങളും കിട്ടിയാൽ ആരും വെറുതെ കളയണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമല്ലുള്ള പണി എങ്ങനെയാണ് നോക്കാമല്ലേ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ ഒരു ഗുളികേൻ്റെ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ഗുളികേൻ്റെ ആ ഒരു ഇത്, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ ഇതിൻ്റെ ഓരോ തോടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ആ ഒരു ഇത് മാത്രം മതി നമുക്ക് പൂവിൻ്റെ ഇതളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിങ്ങനെ ആകെ ഒതുങ്ങി ചതഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ, നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിങ്ങനെ നന്നായിട്ട് നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യുന്ന ടൈമിൽ ചിലതൊക്കെ നിവർത്തുന്നുണ്ടായിരുന്നു, ചിലതൊക്കെ അങ്ങനെ തന്നെ വെച്ചു. കാരണം നമുക്ക് ലാസ്റ്റായില്ല ഒരുമിച്ച് നിവർത്താമെന്ന് കരുതിയിട്ട്. അപ്പോൾ സ്പീഡിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്നാണ് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു കത്രികയൊക്കെ മാതിരി നല്ല മൂർച്ചയുള്ള കത്രയും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഒടിവും ചതവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലതിൻ്റെ അറ്റവും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. നമുക്ക് നല്ല ഇതിൻ്റെ ഷേപ്പ് കിട്ടണമല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയായി കൊടുത്തു. പിന്നെ ഇങ്ങനെ നന്നായിട്ട് നിവർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ തന്നെ നല്ലൊരു ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ 2 എണ്ണം വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ റൗണ്ടിൻ്റെ പീസ് മതി. അതുകൊണ്ടാണ് ഞാൻ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 2 എണ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് 2 ഫ്ലവറാണ് ഉണ്ടാക്കാനുള്ളത്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനത്തെ ഒരു ഗുളികേൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഒന്നിൽ 10 എണ്ണം ഉണ്ടാവും. അപ്പോൾ 5 ഇതൾ വെച്ചിട്ട് 2 എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ, 2 പൂവേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗുളികേൻ്റെ ഈ ഒരു ഇതളുകൾ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് സെറ്റാക്കി നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. കാരണം നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പൊക്കെ മാറ്റാനുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ വെച്ച് നോക്കിയിട്ട് ആ ഒരു ഡയറക്ഷൻ തന്നെ നമുക്ക് ഇത് ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പണി കഴിയുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഓരോ ഫ്ലവറും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് തന്നെ വേണം കേട്ടോ. ഗ്ലൂ ഗണ്ണ് എന്തായാലും മസ്റ്റാണ്. കാരണം ഫെവിക്കോൾ വെച്ചിട്ട് തൊട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ഫ്ലവർ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നത്തെ രണ്ടാമത്തത് ഞാൻ ജസ്റ്റ് കാണിച്ച് തരികയാണ് എങ്ങനെയാണെന്നുള്ളത്. അത് കുറച്ച് സ്പീഡിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഞാൻ ആദ്യത്തത് ഒന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ലോ ആയിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്ലവറും കൂടെ അത് കുറച്ച് സ്പീഡായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒട്ടിക്കാൻ എടുക്കുന്ന കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് അധികം കട്ടിയുള്ള കാർഡ്ബോർഡൊന്നും വേണ്ട. ഏതെങ്കിലും ചെറിയ പീസ് നമ്മൾ അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് തന്നെ മതി കേട്ടോ. നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അതായിരിക്കും എളുപ്പം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 5 പെറ്റൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് 2 ഫ്ലവർ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് നീല കളറായിരുന്നു ഒന്നുണ്ടായിരുന്നത്, ആകാശ നീലയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഒരു പൂവ് നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം പോലും ആഡ് ചെയ്യാതെ ആ ഒരു പെയിൻറ്റ് തന്നെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. കാരണം പെയിൻറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവാനോ അതേപോലെ തന്നെ അത് ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം അധിക സമയമൊന്നും വേണ്ട ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. കുളിക്ക കവറാണല്ലോ, കുറേ സമയം എടുക്കുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട, ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ ചെറിയ രീതിയിൽ ഇളകി പോരുന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്ട്രിപ്പ്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നമുക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഈ ഒരു ഗുളികേൻ്റെ സംഭവം ഇളകി പോന്നിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഫ്ലവറിന് ഞാൻ മഞ്ഞ കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നീല പെയിൻറ്റ് അടിച്ചിട്ട് കഴുകാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ. മഞ്ഞയിലൊരു വേറൊരു ഷെയ്ഡും കൂടെ വന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് രണ്ടും നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പഴയ ഏതെങ്കിലും ബുക്കിൻ്റെ പേജ് എടുത്താൽ മതി. ആ ഒരു പേജോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പഴയ പേപ്പറോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പേപ്പർ സ്റ്റിക്കാണ് ഉദ്ദേശിക്കുന്നത്, അതായത് പൂവിന് വെക്കാൻ വേണ്ടിയിട്ട് തണ്ട് വേണമല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 തണ്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു പേപ്പർ സ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു 90% ആൾക്കാർക്കും ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ഈസി ആയിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ 2 തണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു പേപ്പർ സ്റ്റിക്ക് വെച്ചിട്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് നല്ല രീതിയിൽ മുഴുവനായിട്ട് 2 എണ്ണം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 തണ്ടും നമ്മൾ സെറ്റായതിനു ശേഷം അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇലയാണ്. അപ്പോൾ ഇല ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പേപ്പർ വളരെ ചെറിയൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തണ്ടിന് വേണ്ടിയിട്ട് ഇത് എടുക്കാണ്ടിരുന്നത് കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ലീഫ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു വരച്ച ഭാഗം ചെറിയ രീതിയിൽ ഇങ്ങനെ കാണുമല്ലോ മുകളിൽ, പക്ഷേ നമുക്കത് കുഴപ്പമില്ല, നമ്മൾ കാണാത്ത ഭാഗം അതിങ്ങനെ തിരിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പേപ്പർ സ്റ്റിക്ക്, അതായത് തണ്ട് റെഡ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് ഭാഗത്ത് പെയിൻറ്റ് ആയിട്ടില്ല, അതിൻ്റെ രണ്ടറ്റങ്ങളും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കളയാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തണ്ടും അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൂവും ഇലയും ഒക്കെ ഈ ഒരു തണ്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 2 പൂവും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൂവിന് കുറച്ചും കൂടെ ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് മുത്തുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ആ ഒരു മുത്ത് ഞാൻ നടുവിൽ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അടുത്ത് മഞ്ഞമുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തണ്ട് ഉണ്ടല്ലോ, അപ്പോൾ തണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു തണ്ട് നമ്മുടെ ഈ ഒരു പൂവിലേക്ക് ഇതേപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു. ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ലീഫാണല്ലോ ഉള്ളത്, അപ്പോൾ ലീഫും അടിയിലായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു. 2 എണ്ണത്തിൻ്റെ ലീഫും നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ലീഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴത്ത് വേണമെങ്കിൽ താഴത്തൊട്ടിക്കാം, മേലെ വേണമെങ്കിൽ മേലെ ഒട്ടിക്കാം, അങ്ങനെയൊക്കെ ഒട്ടിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ഒരു ക്ലോത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇതായിരുന്നു നമ്മുടെ ആ ഒരു പൂവ്. അതായത് നമ്മൾ ആ ഒരു ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിപ്പ് വെറുതെ കളയാറാണ് പതിവ്. ഇനി ഇതൊന്നും വെറുതെ കളയണ്ട, ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചാൽ കുറേ ഉണ്ടാവും, കാണാനും വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് 2 എണ്ണേ ഉണ്ടാക്കാൻ പറ്റും, 2 പൂവേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഒന്നിൽ 10 എണ്ണമാണ് ഉണ്ടാവുക, അപ്പോൾ 5 ഇതൾ വേണമല്ലോ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കുറേ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുതിയതായി ഒരുപാട് സാധനങ്ങൾ, നല്ല സാധനങ്ങൾ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്.